അങ്ങനെ നമ്മളെ കാത്തിരിപ്പെല്ലാം അവസാനിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചെണ്ട മുട്ടെന്ന് വെച്ചേക്കുന്നത് ശുഭസൂചനയാണല്ലോ. ജോസഫ് സാറ് ചെണ്ടയൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിഹ്നം ചെണ്ടയാണല്ലോ. ജോസഫ് സാർ എന്താകും തെരഞ്ഞെടുപ്പ് ഫലം? എന്താകും? അത് ചെണ്ട കൊട്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടി കയറും. ഇടുക്കിയിൽ എന്താവും? അതാ നമുക്ക് അറിയേണ്ടതാണ്. ഇടുക്കിയിലെ ജില്ലാ പഞ്ചായത്തിലെ 16 സീറ്റും ജയിക്കും. ബ്രേക്കിംഗ് ന്യൂസ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിത ജയം. തൊടുപുഴ നഗരസഭയിലും ഇടതുമുന്നണിയുടെ തേരോട്ടം. ചെണ്ട പൊട്ടിന്ന്. ഗോപാൽജി തൊഴുതു മടങ്ങുകയാണ്. പിഞ്ചു കുട്ടിയോട് പോലും വോട്ട് ചോദിക്കുകയാണ് ഗോപാൽജി. പാവമാണ് ഗോപാൽജി, നിഷ്കളങ്കനുമാണ്. കോർപ്പറേഷന്റെ ഭരണം ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA സഖ്യം പിടിച്ചെടുക്കും, യാതൊരു സംശയവുമില്ല. ചൂടുള്ള വാർത്ത. പരാജയപ്പെട്ടിട്ടില്ല എപ്പോഴും. തോറ്റില്ലേ? ഫലവും വന്ന് വോട്ടെണ്ണിയവര് അവരുടെ വീട്ടിൽ പോയല്ലോ. മൂപ്പരെന്തായി പറയുന്നത്? കുട്ടംകുളങ്ങര ഡിവിഷനിൽ ഞാൻ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. എന്താണ് ഗോപാൽജി, നിങ്ങളല്ലേ പറഞ്ഞു പരാജയപ്പെട്ടില്ല എന്ന്? ഗോപാലകൃഷ്ണൻ വരാൻ പാടില്ല എന്ന സംഘടിതമായ നീക്കത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയിട്ടുള്ള അട്ടിമറിയാണ്. ഗോപാൽജി ആരോ അട്ടിമറിച്ചിരിക്കുന്നു. രാഷ്ട്രീയമായി CPM-ന് ഗോപാലകൃഷ്ണനെയോ BJP-യോ പരാജയപ്പെടുത്താൻ കഴിയില്ല. തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇത്തവണ കോർപ്പറേഷൻ ഉള്ളിൽ കയറ്റാൻ അവർ എന്നെ അനുവദിച്ചിട്ടില്ലെങ്കിൽ കോർപ്പറേഷന്റെ വെളിയിൽ ഇനി ഇവർ യഥാവിധി സഞ്ചരിക്കുമെന്ന് വിചാരിക്കേണ്ടതില്ല. അല്ലിവറെ, നിങ്ങൾ തോറ്റില്ലേ, പിന്നെ നിങ്ങളെ എങ്ങനെ കയറ്റു? തൃശ്ശൂർ കോർപ്പറേഷനിൽ പുറത്ത് ഞാനുണ്ടാവും. അകത്ത് കയറിയിരിക്കാൻ പറ്റില്ലല്ലോ, പുറത്തുണ്ടാവും, ഒരു സംശയമില്ല. പിന്നല്ലാണ്ട് പുറത്ത് തേക്കുംകാട് മൈതാനൊക്കെ അങ്ങനെ വിശാലായിട്ട് കിടക്കുമല്ലേ. നിങ്ങൾ പുറത്ത് നിൽക്കുവോ, ഇരിക്കുവോ, കിടക്കുവോ, എന്ത് വേണമെങ്കിലും ചെയ്യാലോ. CPM-ന്റെ വോട്ട് കച്ചവടമാണ് എന്റെ പരാജയത്തിന് കാരണം. ഇങ്ങനെ കരയല്ലേ? അല്ല, പരാജയം എനിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ആളാണ് ഞാൻ. പിന്നെ പാർട്ടി അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് തോറ്റിട്ടും തോൽവി സമ്മതിക്കാതിരുന്ന ഡൊണാൾഡ് ട്രംപ് ഉണ്ടല്ലോ, മൂപ്പരിൽ മാത്രമേ ഇത്രയും ധൈര്യം ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. BJP-യുടെ വോട്ട് എനിക്ക് കിട്ടിയതിനേക്കാൾ ഒട്ടും കൂടുതലല്ല. ശരാശരിയുടെ ഒരംശം അത്രയേ കുറയുന്നുള്ളൂ. എന്തേ ഗോപാൽജി? പിന്നെ നിങ്ങൾ തോറ്റത് സിറ്റിംഗ് സീറ്റിലാണല്ലോ. BJP അന്വേഷിക്കുവോ? അവിടെ വോട്ട് കച്ചവടം നടന്നതിന് പാർട്ടിക്ക് അന്വേഷിക്കാൻ പറ്റുമോ? അത് CPM അന്വേഷിക്കണ്ടേ, ഞാനല്ല. അല്ല, നിങ്ങൾ തോറ്റത് BJP സ്ഥാനാർത്ഥിയായി നിന്നിട്ടല്ലേ? CPM അന്വേഷിക്കണം എന്നാ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ ഒരു 70-75 പ്രവർത്തകരായിരുന്നു. എവിടെ? നമ്മൾ കണ്ടില്ലല്ലോ. ഇവരൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു വിട്ടുള്ളൂ എല്ലാവരും. നിങ്ങൾ കണ്ടോ? വളരെ സങ്കടത്തോട് കരഞ്ഞുകൊണ്ട് പ്രവർത്തകർ ഇവിടെ വന്നിരിക്കുന്നു. 70-75 ആൾക്കാർ. അപ്പൊ എന്റെ പാർട്ടിയിൽ ഒരു പ്രശ്നമില്ല. എന്തൊരു കരച്ചിലായിരുന്നു എന്ന് അറിയാമോ? ഓ, തൃശ്ശൂര് പോലും നടുങ്ങിപ്പോയില്ലേ. ഇനി എന്താണ് പരിപാടി? എന്താണ്? ഫീനിക്സ് പക്ഷിയെ പോലെ ഞങ്ങൾ വീണ്ടും ഉയർന്നെഴുന്നേൽക്കും. ഓക്കെ, നെക്സ്റ്റ്. ഇനി സുരേഷ് ഒരു ഡൈനാമിറ്റാണ്. ആ ഡൈനാമിറ്റ് ഇവിടെ പൊട്ടിക്കും. യജാതി പോട്ടലായിന്ന് അറിയോ? കേരളം ഞെട്ടി വിറച്ചില്ലേ? കേരളത്തില് ഒരു 1000 പഞ്ചായത്ത് ഞങ്ങൾക്ക് തരൂ. 941. കേരളത്തിൽ 941 പഞ്ചായത്തേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് 1000 വേണമെന്നുണ്ടെങ്കിൽ, അത്രയും നിർബന്ധമാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമ്മൾ 59 പഞ്ചായത്ത് കർണാടകത്തോട് കടം മേടിക്കും. നിങ്ങൾ പറഞ്ഞല്ലേ, ചെയ്യാണ്ടിരിക്കുന്ന മോശമല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷനിലായിരുന്നു ഗോപിയേട്ടൻ്റെ വോട്ട്. അദ്ദേഹം വോട്ട് ചെയ്ത് വരികയാണ്. ഇപ്പോൾ നമ്മൾ അഭിപ്രായം ചോദിച്ചു കേട്ടോ. കോർപ്പറേഷൻ ഇങ്ങനെ വരണം. ഇത്തവണ അങ്ങനെയാണ്, വരണം, ഇങ്ങ് വരണം. കോഴിക്കോട് കോർപ്പറേഷൻ താമരക്കുട്ടന്മാർ നയിക്കുന്ന ഭരണത്തിലേക്ക് വരണം. വരൂ. വാരാനല്ല, വരണം. സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ
നിങ്ങളോട് സംസാരിക്കാനുണ്ട്. സുരേന്ദ്രൻ ജി വരണം. 61 സീറ്റ് ഞങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങി കിട്ടും. എഴുതി വെച്ചോ. ആദ്യം തിരുവനന്തപുരം ഇങ്ങ് വന്നു, പിന്നെ കോഴിക്കോട് ഇങ്ങ് വന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ 16-ാം തീയതി ഉച്ചയ്ക്ക് എന്നെ വിളിച്ചോളൂ. ബ്രേക്കിംഗ് ന്യൂസ്. ഓക്കെ. BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി UDFും LDFും തമ്മിൽ പരസ്യമായിട്ടുള്ള ധാരണയാണ് ഉണ്ടായത്. എല്ലാം കൂടി ഒരുമിച്ച് വന്നു. അപ്പൊ നമുക്ക് താങ്ങാൻ പറ്റിയില്ല കേട്ടോ. നെക്സ്റ്റ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ സാറ് വോട്ടും ചെയ്ത് വരികയാണ്. സാർ എന്താവും തെരഞ്ഞെടുപ്പ് ഫലം? കേരളത്തിൽ കോൺഗ്രസ് റെക്കോർഡ് വിജയം ഈ തവണ നേടും. KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വോട്ട് ചെയ്ത അഴിയൂർ പഞ്ചായത്തിലെ കല്ലാമല വാർഡിൽ UDF സ്ഥാനാർത്ഥി തോറ്റു. ബ്രേക്കിംഗ് ന്യൂസ്. മിസ്റ്റർ രാഹുൽ, നീ യു ആർ ടു യങ് എ ബോയ് കേട്ടോ. നീ ദയവായിട്ട് മുറത്തിൽ കയറി കുത്തണ്ട. രാഹുലേ, ഈ പ്രതിസന്ധിക്ക് നമുക്ക് എന്തായാലും ഒരു പരിഹാരം കാണണല്ലോ. ഉസ്മാനെ വിളി. കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന്റെ തുടക്കമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ വിധിയെഴുതാൻ പോകുന്നത്. ഹോട്ട് ന്യൂസ്. ചെന്നിത്തല പഞ്ചായത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വോട്ട് ചെയ്ത വാർഡിൽ UDF പരാജയപ്പെട്ടു. അയ്യോ നിർത്തല്ലേ, ചാണ്ടി സാറിന് എന്തോ പറയാനുണ്ട് കേട്ടോ. ഒറ്റ മിനിറ്റ്. ഐക്യജനാധിപത്യ മുന്നണിയാണ് ശരിയെന്ന് ജനങ്ങൾ വിലയിരുത്തുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ചൂടുള്ള വാർത്ത. 25 വർഷത്തിന് ശേഷം പുതുപ്പള്ളി പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടപ്പെട്ടു. ഓ പ്രിയ जिंदगी के हर एक मोड़ पे मैं गीत गाता चला जा रही है. നിങ്ങൾക്ക് ആവശ്യമുള്ളതായില്ലേ? जिंदगी के हर एक मोड़ पे मैं गीत गाता चला जा रहा है. അവർ നിരാശരാണ്. അവർ നാട്ടിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ ഓടിക്കുകയാണ് അവരെ. അപ്പൊ ശരി, കാവിലെ പാട്ട് മത്സരം ഇനിയും വരുന്നുണ്ടല്ലോ, കാണാം.